കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതി യേശുവേ ആരാധന. ഹല്ലേലൂയ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ധ്യാനിക്കുമ്പോൾ രസകരമായൊരു വചനം എബ്രായ ലേഖനം 11-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലുണ്ട്. ഹെബ്രായർ 11:29. വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു. എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു. ഇതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് വളരെ സീരിയസ് വിഷയമാണ്. അതായത് ഹെബ്രായർ 11:29. വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു. എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു. ഇപ്പം കടൽ ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു രോഗമാണെന്ന് വിചാരിച്ചോ? ഒരു രോഗം, അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇപ്പോൾ കടൽ പറയണത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു ക്രൈസിസ്, അതിൻ്റെ പ്രതീകമാണെന്ന് വിചാരിച്ചോ? കടലിൻ്റെ പ്രതീകം, നിൻ്റെ ഒരു വിഷമസന്ധിയുടെ പ്രതീകമാണ് കടൽ. ഈ പ്രശ്നത്തെ വിശ്വാസിക്കുണ്ടാകുന്ന ഫലമല്ല അവിശ്വാസിക്കുണ്ടാകുന്നത്.
അപ്പം വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറയത്തില്ലേ? അപ്പം മനസ്സിലാക്കണം അത് വിശ്വാസിക്ക് ഉണ്ടാകുന്ന പ്രയോജനം. അപ്പം വിശ്വാസി ഒരു ചെങ്കടൽ അവൻ കർത്താവ് മോശയിലൂടെ അത് പിളർത്തി വിശ്വാസിയെ നടത്തുകയാണ്. പക്ഷേ അതേ പാതയിൽ തന്നെ അവിശ്വാസി വരുമ്പോൾ കടലിൻ്റെ സ്വഭാവം കാണിക്കും. അപ്പോൾ ഈ എല്ലാ പ്രപഞ്ചത്തിലുള്ള ഓരോ വിഷയത്തിനും അതിൻ്റെ സ്വാഭാവികമായ സ്വഭാവമുണ്ട്. എല്ലാ വിഷയത്തിനും എല്ലാത്തിനും അതിൻ്റെ സ്വാഭാവികമായ സ്വഭാവമുണ്ട്. പക്ഷെ ദാനിയേൽ കിണറ്റിൽ വീണപ്പോൾ സിംഹങ്ങൾ ശാന്തമായി. പക്ഷെ വേറെ ആരെയാണ് പിടിച്ചിടണമെന്നുണ്ടെങ്കിൽ ദാനിയേലിൻ്റെ ഒപ്പോണൻസിനെ പിടിച്ചിട്ട് ദാനിയേലിനെ ഈ പരുവത്തിലാക്കി ചതിച്ച് ഒറ്റ ആൾക്കാരെ രാജാവ് പിടിച്ചിട്ടപ്പോൾ സിംഹങ്ങൾ വയലൻ്റായി. ഒരേ സിംഹം തന്നെയാണ് വിശ്വാസികളുടെ മുമ്പിൽ ശാന്തനാവുകയും അതേസമയം തന്നെ അവിശ്വാസികളുടെ മുമ്പിൽ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുകയും ചെയ്യണത്. രോഗാണുക്കൾക്ക് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. രോഗാണുക്കളും നമ്മൾ വിശ്വാസത്തോടെയാണ് അതിനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ആ കൊറോണ വന്ന ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ കുരിശുകൊണ്ട് മാസ്ക് ചെയ്യണതിനെക്കുറിച്ച് പറയുമായിരുന്നു. നിങ്ങൾ മാസ്ക് ഇട്ടാലും ഒരു കുരിശ് വരച്ചേക്കണമെന്ന് പറയും. എന്താ കാര്യം? മാസ്ക് ഇട്ട ആൾക്കാർക്ക് കൊറോണ വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ കംപ്ലീറ്റായിട്ട് സ്ട്രോങ് ആയിട്ട് വിശ്വാസത്താൽ മാത്രമേ ഈ വിഷയം കാണത്തുള്ളൂ. കാര്യം എന്താണ്? കൊറോണ ആണെങ്കിലും നമ്മൾ വിശ്വാസത്തോടെയാണ് അതിനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെയാണെങ്കിലും അണുക്കളകത്ത് പോയാലും കർത്താവ് അതിനെ നിർവീര്യമാക്കും. പക്ഷെ സമീപിക്കാൻ അത് വിശ്വാസത്തോടെ ആയിരിക്കണം. ഇതിനാണ് ഞാൻ പറയണത് പീസ് ടൈം കാഷ്വൽ, അതായത് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇഷ്യൂ ബേസ്ഡ് സ്പിരിച്വാലിറ്റിയാണ് നമ്മുടെ ഒരു ദുരന്തം എന്ന് പറയുന്നത്. ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. ഞാൻ 10-21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു സത്യം ഇതാണ്: സ്പിരിച്വാലിറ്റി ഉണ്ട്, സ്പിരിച്വാലിറ്റി ഇഷ്യൂ ബേസ്ഡാണ്. നമ്മുടെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാരണം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇഷ്യൂ ഉണ്ടാകുന്ന കാലത്ത് മാത്രമാണ് നമ്മൾ അതിനെ ബേസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പം ദൈവമല്ല പ്രാർത്ഥനയുടെ ലക്ഷ്യം, നമ്മുടെ ദുരന്തമാണ്. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ആധ്യാത്മിക ശൈത്യം ഉണ്ടാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അല്ല നമ്മളുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. മറിച്ച് പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ദുരിതങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും ദുരിതമുള്ള കാലത്തെന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രാർത്ഥിക്കുക: കർത്താവായ ദൈവമേ, ദുരിതകാലം അല്ലാത്തപ്പോഴും സമാധാന കാലത്തിലും പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമാണെന്ന് കരുതിക്കൊണ്ട് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമീശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമീശോ. നിന്തിരുരക്തത്താൽ കഴുകണമീശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമീശോ. നിന്തിരുരക്തത്താൽ കഴുകണമീശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമീശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില സമയത്തുണ്ടല്ലോ ഈ പീസ് ടൈമിലെ സമാധാന കാലത്ത് നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്? അതാണ് പ്രശ്നം. സമാധാന കാലം, ഒരു ഇഷ്യൂ ഒന്നും ഇല്ലാത്തൊരു കാലം നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്? പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്ത് പ്രയോജനം എന്നുള്ള ചിന്തയിൽ നിന്നാണ്.
നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ആദ്യത്തെ യുക്തിവാദി ആരാണെന്ന്? അത് യേശാവായിരിക്കും മിക്കവാറും. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25:32, ഉൽപ്പത്തി 25:32. ഇന്ന് ഇപ്പം സമാധാന കാലത്ത് എന്തുകൊണ്ടാണ് മനുഷ്യൻ പ്രാർത്ഥിക്കാത്തത്? അത് കാരണമേ ഉള്ളൂ, പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് വിഷയമൊന്നും ഇല്ലല്ലോ എന്ന്. പ്രാർത്ഥിക്കാനുള്ള വിഷയം പ്രാർത്ഥന തന്നെയാണ് വിഷയം. പ്രാർത്ഥിക്കാൻ നീ എന്താ പ്രാർത്ഥിക്കാത്തത്? പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് വിഷയമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? വിഷയബന്ധിയാണെന്ന് അർത്ഥം. വിഷയമില്ലെങ്കിൽ പ്രാർത്ഥനയില്ല, വിഷയമില്ലെങ്കിൽ ദൈവമില്ല. വിഷയമുണ്ടെങ്കിലേ ദൈവമുള്ളൂ. ദൈവം തന്നെയാണ് വിഷയമെന്ന് നീ എന്നാ വിഷയമാക്കണത്? ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദീവകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 25:32 എന്താ കണ്ടതെന്ന് വെച്ചാൽ, യേശാവ് യാക്കോബിനോട് പറയണതാണ്. അതായത് കടിഞ്ഞൂൽ അവകാശം ദൈവദത്തമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ആദ്യജാതന്മാർക്ക് യഹൂദ സമൂഹത്തിൽ ദൈവം പ്രത്യേക അനുഗ്രഹത്തിന് അലോട്ട്മെൻ്റ് ഉള്ള ഒരു ജന്മാവകാശമാണ് ആദ്യജാതന്മാർക്ക് കിട്ടുന്ന കടിഞ്ഞൂൽ അവകാശം. ദൈവദത്തമാണത്. ഇസ്രയേലിനെ പോലും നമ്മൾ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ഇസ്രയേലിനെ പോലും ദൈവം ആദ്യജാതനെന്നാണ് വിളിക്കണത്. എൻ്റെ ആദ്യജാതനെന്നാണ് വിളിക്കണത്. അപ്പോൾ ഏശാവാണ് ആദ്യജാതൻ, യാക്കോബ് അനുജനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ വലിയ കാര്യമുണ്ടെന്ന് യാക്കോബിനറിയാം, വിശ്വാസത്താൽ അറിയാം. യാക്കോബ് പറയും, നിനക്ക് ഞാൻ പായസം തരാം, നിൻ്റെ ആ ദൈവദത്തമായിട്ടുള്ള കടിഞ്ഞൂൽ അവകാശം എനിക്ക് തരാൻ പറയും. അപ്പോഴേ യേശാവ് പറയും, എനിക്ക് വിശപ്പാണ് വലുത്, ദൈവമായാൽ പോലും വിശപ്പിനേക്കാൾ വലുതല്ല, അതുകൊണ്ട് കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്ക് എന്നാ കാണിക്കാനാണ്, കടിഞ്ഞൂൽ അവകാശം നിനക്ക് തരാമെന്ന് പറയും. അപ്പോൾ അതാണ് സംഭവം. 25:32 അത് കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? വിശ്വാസത്താൽ മാത്രമേ കടിഞ്ഞൂൽ അവകാശത്തിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. യേശാവ് നല്ല വേട്ടക്കാരനാണ്, നല്ല കൃഷിക്കാരനുമാണ്. യേശാവ് വേട്ടക്കാരനാണ്, കൃഷിക്കാരനുമാണ്. 2 വരുമാനമുള്ള ആളാണ്. 2 വരുമാനമുള്ള ആളിന് ദൈവത്തെ കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. ഭയങ്കരമായ ചോദ്യമാണ്. യേശാവ് വേട്ടക്കാരനാണ്, കൃഷിക്കാരനുമാണ്. അപ്പം ഞാൻ ഓർത്ത്, ഇനി ബൈബിള് യാക്കോബിന് എന്താണ് ചാർത്തി കൊടുക്കുന്നത്? യാക്കോബിന് ഒന്നും ചാർത്തി കൊടുത്തില്ല. യാക്കോബ് ശാന്തനാണെന്ന് പറഞ്ഞു. യാക്കോബിൻ്റെ ക്വാളിറ്റി എന്താണ്? ശാന്തനാണെന്ന്, എന്നുവെച്ചാൽ പ്രാർത്ഥനയുള്ളവനാണെന്ന് അർത്ഥം. കുടുംബത്തിലെ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്ത് അമ്മയെ സഹകരിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് യാക്കോബ്. മറ്റവൻ വെച്ചാൽ പ്രാർത്ഥനയില്ല, അധ്വാനം മാത്രമേ ഉള്ളൂ. അവൻ പറയുന്നത് എന്താണ്? വർക്ക് ഈസ് വർഷിപ്പ്. അധ്വാനമാണ് ഇനി ദൈവം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ അധ്വാനം തന്നെയാണ് ആരാധന. വർക്ക് ഈസ് വർഷിപ്പ്. യാക്കോബിൻ്റെ ഒരു നയമാണത്. കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ഞാൻ വേട്ടയാടിയാൽ എനിക്ക് ഭക്ഷിക്കാം. കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ഞാൻ കൃഷി ചെയ്താൽ എനിക്ക് ഭക്ഷിക്കാം. വളരെ വളരെ മെറ്റീരിയലായിട്ടുള്ളൊരു നിലപാടാണത്. അപ്പോൾ ദൈവത്തെ ശാസ്ത്രീയമായിട്ട് നിരാകരിക്കുന്ന ആദ്യത്തെ ആളാണ് യേശാവ്. കാര്യം അവൻ്റെ ബുദ്ധിയിൽ, അവൻ്റെ വേട്ടശക്തിയിൽ, അവൻ്റെ കൃഷിപ്പണിയിൽ, അവൻ്റെ വരുമാനത്തിൽ ഒക്കെ ആശ്രയിച്ചിട്ട് വരുമാനത്തിന് വേണ്ടി ആണെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. വേട്ടയാടി പിടിക്കാനാണെങ്കിൽ ഞാൻ നല്ല സ്കിൽഫുള്ളായിട്ടുള്ള ഒരു വേട്ടക്കാരനാണ്, എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവൻ ചോദിക്കുന്നത് കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കെന്ത് ചെയ്യാനാണെന്ന്. അപ്പം നമ്മൾക്ക് പണമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, പഠനമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല.
അത് ശരിക്കും പറഞ്ഞ ഒരു യുക്തിവാദത്തിൻ്റെ തന്നെ വേറൊരു പ്രായോഗിക എത്തീസമാണ്, ഒരു പ്രാക്ടിക്കൽ എത്തീസത്തിൻ്റെ രീതിയാണ്. ദൈവം ഇതെല്ലാം അളന്ന് നോക്കും, ദൈവം എല്ലാം അളന്ന് നോക്കും. അപ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, യെശാവിന് വന്ന ഒരു അബദ്ധം ഇതാണ്, നിലപാടിൽ വന്ന വിഷയമാണ്. കടിഞ്ഞ അവകാശം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം, ദൈവദത്തം എന്ന് പറയുന്ന ഈ വിഷയം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഞാൻ അധ്വാനിയാണ്, ഞാൻ അധ്വാനം ജീവിക്കും. അപ്പോൾ എൻ്റെ ശമ്പളം, എൻ്റെ ജോലി, എൻ്റെ ആരോഗ്യം, എൻ്റെ സ്വാധീനം, എൻ്റെ പാർട്ടി, എൻ്റെ ആസ്തി, ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ പള്ളി വേണ്ട, എന്തിനാണ് കുർബാന, എന്തിനാണ് ധ്യാനം, എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ്? ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, കുറേ മനുഷ്യർ. അതായത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഇതൊരു പ്രലോഭനം പോലെയാണ് പിന്നീട് വർക്കൗട്ട് ചെയ്ത് വരാൻ സാധ്യതയുള്ളത്. കാര്യം ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത അവസ്ഥയാണ് പ്രലോഭനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. ഒരു വ്യക്തിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത അവസ്ഥയാണ് അവൻ്റെ പ്രലോഭനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. അതുപോലെ തന്നെ നിൻ്റെ ആധ്യാത്മിക ഔന്നത്യത്തിൻ്റെ ആദ്യ പാഠം എന്താണ്? ദൈവത്തെ ആശ്രയിക്കുന്ന അവസ്ഥയാണ് നിൻ്റെ ആധ്യാത്മികതയുടെ. കാരണം യാക്കോബിന് അത് പിന്നീട് അനുഭവം കൊണ്ട് കുറച്ചുകൂടി മനസ്സിലാകും. കാരണം പഠിപ്പിക്കുന്നവനെ ദൈവം പിന്നെയും പഠിപ്പിക്കും. കർത്താവ് തന്നെ വന്നപ്പോഴെന്താ പറഞ്ഞത്? അതായത് ഉള്ളവന് പിന്നെയും കൊടുക്കപ്പെടും. യാക്കോബിന് ദൈവത്തോടുള്ളൊരു അഫിനിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ജനതയുടെ പിതാവായി. ആ ജനതയുടെ പിതാവാകേണ്ടത് യാക്കോബല്ല, ഏശാവാണ്. അപ്പം ജനതയുടെ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് യാക്കോബിൻ്റെ വിശ്വാസത്താൽ യാക്കോബാണ്. അവന് അർഹതപ്പെട്ടതല്ല ദൈവം അവന് കൊടുത്തത്, ദൈവത്തിന് ആഗ്രഹിച്ചതാണ് അവന് കൊടുത്തത്. ആ ദൈവത്തിൻ്റെ ആഗ്രഹം അവൻ നേടിയെടുത്തതോ എന്തുകൊണ്ടാണ്? ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടാണ്. അവൻ ശാന്തനായിരുന്നു എന്നുള്ള വാക്കിലെ അവൻ പ്രാർത്ഥനയുള്ളവനായിരുന്നു എന്ന് നമുക്ക് വേണ്ടി തിരുത്തി പറയാം. ബൈബിളിൻ്റെ എല്ലാ ശാന്തതയും ഒരുമിച്ച് വായിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ആശ്രയമുണ്ട്. ശാന്തമാവുക, ഞാൻ ദൈവമായിരിക്കുക. യാക്കോബ് ദൈവത്തിൽ ആശ്രയിച്ചവനാണ്. അവൻ്റെ മസിൽ പവർ, മണി പവറിനേക്കാൾ ഉപരി അവൻ ആശ്രയിച്ചത് ദൈവത്തെയാണ്. അവൻ ദൈവത്തെ ആശ്രയിച്ച കൊണ്ട് തന്നെ അവൻ്റെ ആശ്രയം അറ്റുപോയ കാലത്ത് തൻ്റെ ആശ്രയം പോയത്തെ കളയുന്നവൻ ദൈവമാണെന്ന് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ മൽപ്പിടുത്തത്തിനിടയിൽ ശേഷം അവൻ പറയും, നീ ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം എൻ്റെ ആശ്രയം അറ്റുപോയിരിക്കുന്നു. എൻ്റെ ആശ്രയത്തെ അറ്റുകളയാൻ നിനക്ക് മാത്രമേ കഴിയൂ. കാര്യം നീ നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെയും ആശ്രയിച്ചിട്ടില്ല. ഈ കുഞ്ഞുങ്ങളെല്ലാം ഇത്രയും ലാബാൻ്റെ ഇത്രയും ആടുകളെല്ലാം എനിക്ക് കിട്ടിയത് നീ എനിക്ക് തന്നിട്ടുള്ള, അവിടെ പ്രസവിപ്പിച്ചതാണ് നീ. എനിക്ക് വേണ്ട കുഞ്ഞാടുകളെ, എനിക്ക് വേണ്ട ആടുകളെ എന്ത് കളറിട്ട് ജനിപ്പിക്കണമെന്ന് നീ തീരുമാനിച്ചതാണ്. ഞാൻ വല്ല സൂത്രപ്പടിയൊക്കെ കാണിക്കുമായിരിക്കും, പക്ഷേ കുഞ്ഞ് പുറത്തൊരു മാത്രമേ ആട് വെളുത്തതാണോ കറുത്താണെന്ന്, പുള്ളിയുണ്ട് പുള്ളിയില്ലെന്ന് അറിയത്തുള്ളൂ. ആ ആടിൻ്റെ ഗർഭത്തിൽ വെച്ച് എരിക്കേണ്ട ഓഹരി തിരിച്ചു മാറ്റിയതെല്ലാം നീയാണ്. നിന്നിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ആശ്രയം പോയിരിക്കുന്നു. എൻ്റെ ആശ്രയത്തെ കളയാൻ മനുഷ്യന് പറ്റത്തില്ല. എൻ്റെ ആശ്രയത്തെ കളയാൻ വേണ്ടി യേശാവിന് പറ്റില്ല. എൻ്റെ ആശ്രയത്തെ കളയാൻ വേണ്ടി ലാബാന് പറ്റില്ല. ഈ ഭൂമിയിൽ ആർക്കും നിന്നിലുള്ള എൻ്റെ ആശ്രയത്തെ കളയാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ ആശ്രയത്തെ ഞാൻ ആശ്രയം അറ്റു നിൽക്കുന്നു, അത് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. നീ എന്നെ അനുഗ്രഹിച്ചിട്ടേ പോകാവൂ. അവനെ അനുഗ്രഹിക്കേണ്ട ദൈവം. എൻ്റെ ദൈവവേദന വിശ്വാസത്തിൻ്റെ ജീവിതത്തിലെ ആശ്രയം പോകുന്ന കാലങ്ങളുണ്ടാകുമ്പോൾ ദൈവമാണ് നിൻ്റെ ആശ്രയം കളഞ്ഞതെന്ന് നീ മനസ്സിലാക്കണം. നീ തോറ്റാൽ നിൻ്റെ ആശ്രയം കളഞ്ഞത് ദൈവമാണെന്ന് നീ മനസ്സിലാക്കണം. നിൻ്റെ ഒരു ലോൺ പാസ്സായില്ലെങ്കിൽ അത് പാസ്സാക്കാതിരുന്നത് ദൈവമാണെന്ന് നീ മനസ്സിലാക്കണം. നിനക്ക് രോഗം വന്ന് നീ സുഖപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ ആശ്രയം ദൈവമാണെന്ന് നീ മനസ്സിലാക്കണം. അപ്പോൾ നീ പറയേണ്ട ഒരു വാക്കുണ്ട്, എന്താണ്? എന്നെ ആശ്രയിച്ചിട്ടല്ലാതെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ പോകരുത്. എൻ്റെ ആശ്രയം പോയിരിക്കുകയാണ്. ഞാൻ പരീക്ഷയ്ക്ക് തോറ്റിരിക്കുന്നു, എൻ്റെ ആശ്രയം പോയിരിക്കുന്നു. എൻ്റെ ലോൺ പാസ്സായിട്ടില്ല, എൻ്റെ ആശ്രയം പോയിരിക്കുന്നു. എനിക്ക് ജപ്തിയാകാൻ പോകുന്നു, എൻ്റെ ആശ്രയം പോയിരിക്കുന്നു. ഞാൻ രോഗിയായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത്. ഓരോ തകർച്ചയിലും ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയണം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത്, ഞാൻ നിന്നെ വിടത്തില്ലെന്ന്. അതാണ് ചരണമെന്ന് പറയുന്നത്. അത് വിശ്വാസത്തിൽ നിന്ന് വരേണ്ടതാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. ആരാധന, ആരാധന. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ,
നല്ലവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധവന ദിവ്യകാരണത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. പ്രിയമുള്ളവരെ, യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ, രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും നിങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്താൻ പോകുന്ന സമയമാണ്. കർത്താവെ, എല്ലാ രോഗികളെയും മുടി കൊഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ സിസ്റ്റുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശരീരത്തിൽ സിസ്റ്റുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരെ അവരുടെ അടിവേരിൽ കർത്താവ് ഈ നിമിഷം നിൻ്റെ തിരുമുറിവാർന്ന ആണിപ്പഴുത ആർന്ന അത്ഭുതകരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവെ, രോഗികൾ ഇത് അറിയുന്നില്ലെങ്കിലും അവരെ ആ രോഗികളെക്കുറിച്ച് അറിയാവുന്നവരെ ഇപ്പോഴ് അവരുടെ രോഗങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അവരവരുടെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ എല്ലാം പ്രാർത്ഥനകളെ കർത്താവ് ഇപ്പോൾ ചെസ്റ്റ് പെയിൻ ഉള്ളവരെ, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ, മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കുന്നവരെ കാണിക്കുന്നുണ്ട്. കർത്താവ് അവരെല്ലാം സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈശോ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നടുവേദനക്കാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നടുവേദനക്കാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സർവ്വ ശരീരത്തിൽ മുഴയുള്ളവരെ, സിസ്റ്റമുള്ളവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈശോയെ പാദം നിലത്ത് കുത്താൻ പറ്റാത്തവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. അതുപോലെ കുത്തിയാൽ വേദനിക്കുന്നവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. കിടക്കാൻ പാടില്ലാത്തവരെയും കിടക്കുമ്പോൾ വേദന ഉള്ളവരെയും കിടന്ന ഉറക്കം വരാത്തവരെയും കൈ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ ശക്തി അവരേക്ക് ആവശ്യിക്കപ്പെടട്ടെ. അടിവേദന കർത്താവ് സ്പർശിക്കട്ടെ. ഉദരാശയ രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ നിൻ്റെ തിരുമുറിവാർന്ന് വലത് കിടന്ന മക്കളെ ആശീർവദിക്കണമേ. അമ്മേ, പരിശുദ്ധമ്മ ദേവമാതാവ്, ഇപ്പോഴേ രോഗികൾ ഏകാഗ്രതയോടുകൂടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇന്ന് കാണുന്ന ഈ വിശ്വസിനെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് നല്ലത് കർത്താവിൻ്റെ വചനത്താൽ യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. യേശു നാമത്തിൽ മാരക രോഗങ്ങൾ, തിരവേദകൾ, സർവ്വ രോഗങ്ങൾ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പ്രിയപ്പെട്ട ഒരു അനുഗ്രഹത്തിൻ്റെ വലിയ സമയമാണ്. നിങ്ങൾക്ക് അസുഖമൊന്നുമില്ലെങ്കിലും ദയവായിട്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഈ രോഗത്തിൽ നിന്ന് സുഖപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ അന്യ മതസ്ഥരോ ശത്രുക്കളോ ആണെങ്കിൽ പോലും, കാര്യം ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. പരിശുദ്ധാത്മാവ് നിറവുള്ളവർ മാത്രമേ ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ വചനത്തിൽ അത് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ബുദ്ധിപരമായി മനസ്സിലാക്കിയാലൊന്നും ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അസാധ്യമല്ലാത്ത കാര്യമാണ്. ദൈവവചനത്തിൽ അതുണ്ടെങ്കിൽ അത് അസാധ്യമല്ല. പക്ഷേ നമുക്ക് സാധ്യമല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. പരിശുദ്ധാത്മാവ് സഹായകനാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എൻ്റെ നിസ്സഹായ അവസ്ഥകളെ എപ്പോഴങ്ങ് പ്രാർത്ഥിക്കണമേ, എപ്പോഴങ്ങ് പരിഹരിക്കണമേ. ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? അവരെല്ലാവരും യേശുനാമത്തിലെ സൗഖ്യം പ്രാപിക്കുവാൻ ഇടയാക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും വിവാഹം ഒത്തുവരാത്തവര്, കുഞ്ഞുങ്ങളില്ലാത്തവര്, ഇതുപോലെ സാമ്പത്തിക തകർച്ചയുള്ളവർ, വരുമാന മാർഗമില്ലാത്തവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, ജോലിയിൽ എല്ലാം തടസ്സമുള്ളവർ, പരീക്ഷ, നൈപുണ്യ പരീക്ഷ, മത്സര പരീക്ഷകളൊക്കെ എഴുതിയിട്ട് പരാജയപ്പെട്ടവർ,
അങ്ങനെ എഴുതാൻ പോകുന്നവർ അവരെല്ലാം കർത്താവെ എഴുതി കഴിഞ്ഞവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, കർത്താവ് അങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടി പ്രാർത്ഥന, ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, അനേകം മക്കളെ വേദനയോടെ ഈ നിമിഷം ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ജീവിത അവസ്ഥകളെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഇപ്പോൾ മക്കളിലേക്ക് ആവശ്യിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആകാശത്ത് മഴയും മഞ്ഞും നിവദിക്കുന്ന പോലെ ഇപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് കൃപാസനം നടത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ വർഷമെല്ലാം ഇവിടെ അർപ്പിക്കപ്പെട്ടുള്ള ആരാധനയുടെ ശക്തിയാൽ യേശു ക്രിസ്തു നാമത്തെ മാർഗ രോഗങ്ങളും തീരാ ജീവ ദുരിതങ്ങളും തടസ്സങ്ങളും യേശു നാമത്തെ മാറിപ്പോകട്ടെ കൽപ്പിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം. സമാപന ആശീർവാദം. മുട്ടിൽ നിന്ന് ആശീർവാദം മേടിക്കുക. സമാപന ആശീർവാദം. മുട്ടിൽ നിന്ന് കൈകൾ കൂപ്പി ആശീർവാദം മേടിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ എപ്പോഴും മൗനമായി ഓർക്കാം. ആവശ്യത്തിന് മേലും കർത്താവിൻ്റെ ആശീർവാദം ലഭിക്കുന്നതാണ്. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ യേശുവേ. ഹല്ലേലൂയ. 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 ആരാധന 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 ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും